നമസ്കാരം, ഞാൻ രാജരാജേശ്വരി ടി.ആർ. വൈദ്യരത്നം ആയുർവേദ കോളേജ് ഒല്ലൂരിൽ സ്വസ്ഥവൃത്തം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ആരോഗ്യപ്രദമായ ഒരു പാനീയത്തെക്കുറിച്ചാണ്. അത് മല്ലിക്കാപ്പി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും മല്ലിക്കാപ്പി. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇതിൽ മല്ലി വേണം, പിന്നെ ജീരകം, ഉലുവ, ഏലക്കായ, പനശർക്കരയാണ് നല്ലത്. ഇപ്പോൾ ആർക്കെങ്കിലും പനശർക്കര കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശർക്കര ഉപയോഗിക്കാം. ചുക്ക്, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇതുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിച്ചല്ലോ. ജീരകമാണ്, മല്ലിയാണ്, ഉലുവയാണ്, ഏലക്കായ, ചുക്ക്, ഇതൊക്കെയാണ്. അപ്പോൾ ഒരാളുടെ ഡൈജസ്റ്റീവ് പവർ വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ മല്ലിക്കാപ്പി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും കാപ്പി എന്ന് പറയുമ്പോൾ അതിൽ കാപ്പിപ്പൊടി ഇടുന്നുണ്ടെന്ന്. പക്ഷേ ഇതിൽ കാപ്പിപ്പൊടി ഇല്ല. അത് ഉണ്ടാക്കുന്ന രീതി കൊണ്ടാണ് അതിന് കാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രുചി വർദ്ധിപ്പിക്കാൻ ഇത് നല്ലതാണ്. ഏതൊരു കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്നതാണ്. ചെറു ചൂടോടുകൂടി കഴിക്കാൻ, പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഒരു ചെറിയ ചൂടോടുകൂടി കഴിക്കാൻ വളരെ നല്ല പാനീയമാണിത്. അതുപോലെ പ്രമേഹ രോഗികളാണെങ്കിൽ ശർക്കര ഒഴിവാക്കി വേണം കഴിക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ 100 ഗ്രാം മല്ലി എടുക്കുകയാണെങ്കിൽ 20 ഗ്രാം വീതം ജീരകം, ഏലക്കായ, ഉലുവ, ചുക്ക് എന്നിവ എടുക്കുക. ഏലക്കായ 5 ഗ്രാം മതി. ബാക്കിയെല്ലാം 20 ഗ്രാം വീതം എടുക്കാം. ശർക്കര നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ, പനശർക്കര നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ രുചിക്കനുസരിച്ച് എടുക്കുക. പ്രമേഹ രോഗികളാണെങ്കിൽ അത് ഒഴിവാക്കുക. ഇത് വെവ്വേറെ ചൂടാക്കി പൊടിച്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇത് വെവ്വേറെ ഓരോന്നും വേറെ വേറെയായി ചൂടാക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ് ഇത്. അങ്ങനെ പൊടിച്ചെടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ച് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് 2 ഗ്ലാസ് വെള്ളം ഇതിലെടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് അളവെടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളത്തിന് ഏകദേശം 3/4 ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം നമ്മൾ ഈ പൊടി എടുക്കും. നമുക്കപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം അരിച്ചെടുത്താണ് ഉപയോഗിക്കേണ്ടത്. മല്ലിക്കാപ്പി ഉണ്ടാക്കേണ്ട വിധം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ, അതായത് മഴയ്ക്കുള്ള കാലാവസ്ഥയിൽ നല്ലതാണ്. അപ്പോൾ നീർവീഴ്ച അല്ലെങ്കിൽ എന്താ പറയുക, ജലദോഷം, പനിയുള്ള അവസ്ഥയിലുമൊക്കെ നല്ലൊരു പാനീയമാണ് മല്ലിക്കാപ്പി. എല്ലാവരും ഉപയോഗിക്കുക. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചേർന്നതായതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ശീലമാക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഭവം ക്യാരറ്റ് പുട്ടാണ്. ഈ ക്യാരറ്റ് പുട്ടിന് ആവശ്യമുള്ളത് പുട്ടുപൊടി, ക്യാരറ്റ് സ്ക്രാപ്പ് ചെയ്ത് വെച്ചത്, ആവശ്യത്തിന് തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ പുട്ടുണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പൊതുവേ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് വെള്ളം ഒഴിച്ചാണ്. പക്ഷേ ഈ പുട്ടിപ്പൊടി നനയ്ക്കേണ്ടത് ക്യാരറ്റ് മാത്രം ഉപയോഗിച്ചാണ്. അതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും. 1/4 കിലോ പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ 1/2 കിലോ ക്യാരറ്റ് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് പുട്ടുപൊടിയും ക്യാരറ്റും ചേർത്ത് നനച്ച് വെച്ചിരിക്കുന്നതാണിത്. നമുക്കപ്പോൾ പുട്ടുണ്ടാക്കാം. ഇത് ക്യാരറ്റും പുട്ടുപൊടിയും കൂടി ഒരുമിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നനച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ക്യാരറ്റ് പുട്ടുണ്ടാക്കാം. ക്യാരറ്റ് പുട്ട് എന്ന് പറയുമ്പോൾ ഇത് ക്യാരറ്റാണ് അധികമായിട്ട് ചേർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതാണ്. കാരണം ഇത് കാണുമ്പോൾ തന്നെ അട്രാക്റ്റീവാണ്. പിന്നെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതിൽ ഫൈബറുണ്ട്. ബീറ്റാ കരോട്ടിൻ്റെ അളവ് ഏറ്റവും അധികം കൂടുതലുള്ളതാണ് ക്യാരറ്റ്. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസം വരെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പൊതുവെ ഇത് എല്ലാവർക്കും നല്ല ആഹാരം തന്നെയാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും നല്ലതാണ്. രുചികരവും ആരോഗ്യപ്രദവുമായി ക്യാരറ്റ് പുട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നന്ദി, നമസ്കാരം.